ശരി, അപ്പൊ നല്ലൊരു നോമ്പ് കാലം ആശംസിക്കുന്നു. മഴ, നല്ല മഴയല്ലേ, രാവിലെ തൊട്ട് മഴ. ഓക്കെ, മഴവെള്ളത്തിന്റെ pH എത്രയാ? അവിടെ വെയില. നല്ല കാലാവസ്ഥ, ഉറങ്ങാൻ പറ്റിയ കാലാവസ്ഥ. മഴവെള്ളത്തിന്റെ pH ആർക്കും അറിയാം? 7, 7ഒക്കെ പറഞ്ഞു പോവാ. ശുദ്ധജലത്തിന്റെ pH ആണ് 7. മഴവെള്ളത്തിന്റെ pH 7 അല്ല. ആർക്കും പറയാം മഴവെള്ളത്തിന്റെ pH 7.8 ഒന്നും അല്ല. വളരെ മഴവെള്ളത്തിന്റെ pH എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 5 to 5.5 ആണ് കേട്ടാ. പ്രീവിയസ് ചോദ്യമാണേ. 5 മുതൽ 5.5 വരെയാണ് മഴവെള്ളത്തിന്റെ pH എന്ന് പറയുന്നത് കേട്ടോ. മഴവെള്ളത്തിന്റെ pH 5 മുതൽ 5.5 വരെയാണ് മഴവെള്ളത്തിന്റെ pH എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, മഴവെള്ളം അസിഡിക് ആണ്. അതുകൊണ്ടാണ് ചില ആൾക്കാർക്ക് മഴ നനയുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകുന്നത്. ഇപ്പം അലർജി അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന ശ്രദ്ധിച്ചില്ലേ നിങ്ങള്? ചില ആൾക്കാർക്ക് ചൊറിച്ചിൽ പോലത്തെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ അതിന് കാരണം മഴവെള്ളം എന്ന് പറയുന്നത് കഴിഞ്ഞാൽ അത് ആസിഡ് ആണ് കേട്ടോ. 5 മുതൽ 5.5 വരെയാണ് മഴവെള്ളത്തിന്റെ pH എന്ന് പറയുന്നത്. ശുദ്ധജലത്തിന്റെ pH ആണ് നിങ്ങൾ പറഞ്ഞ 7 എന്ന് പറഞ്ഞ കേട്ടോ. ശുദ്ധജലത്തിന്റെ pH ആണ് 7. ഓക്കെ, ക്ലിയർ ആണ്, മനസ്സിലാക്കുക. പിന്നെ മഴയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം. കേരളത്തിന് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഏത് മൺസൂണാണ്ടാ? കേരളത്തിന് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മൺസൂൺ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ. തെക്ക് പടിഞ്ഞാറൻ മൺസൂണിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്. ഓക്കെ, തെക്ക് പടിഞ്ഞാറൻ മൺസൂണിലാണ് ഏറ്റവും മഴ ലഭിക്കുന്നത്. ഓക്കെ, എത്രയാണ് കേരളത്തിന് ഒരു വർഷം ലഭിക്കുന്ന ശരാശരി മഴ എന്ന് പറഞ്ഞാൽ എത്രയാണ്ടാ? 300 സെന്റിമീറ്റർ ആണ്. 300 സെന്റിമീറ്റർ ആണ്. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മാസം ഏതാണ്? ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മാസം ജൂലൈ ആണ്. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മാസം ജൂലൈ ആണ്. ഓക്കെ, ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ജില്ല ഏതാണ്? ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ജില്ല കോഴിക്കോടാണ്. കോഴിക്കോടാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ജില്ല. ഓക്കെ, ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം ഏതാണ്? ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം ഏതാണ്? ലക്കിടിയാണോ? അല്ല, നേര്യമംഗലമാണ് കേട്ടോ. നേര്യമംഗലം എറണാകുളം. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമാണ് നേര്യമംഗലം എറണാകുളം. ലക്കിടിയുടെ ചോദ്യം എന്തെന്നറിയാവോ? ലക്കിടി കേരളത്തിന്റെ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്ന സ്ഥലമാണ് കേട്ടോ. കേരളത്തിന്റെ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ലക്കിടി. കേരളത്തിന്റെ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ലക്കിടി കേട്ടോ. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് നേര്യമംഗലം. ഓക്കെ, കൂടുതൽ പറഞ്ഞല്ലോ, കുറവ് പറഞ്ഞു. ഏറ്റവും കുറവ് മഴ എപ്പോഴാണ്? ഏത് മാസമാണ് ഏറ്റവും കുറവ് മഴ? ഏറ്റവും കുറവ് മഴ ജനുവരിയിലാണ്. ഓക്കെ, ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന ജില്ല തിരുവനന്തപുരമാണ്. ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന ജില്ല. ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന പ്രദേശം നമുക്ക് സ്ഥിരമായി ചോദിക്കുന്ന ഒരു പ്രദേശമാണ് ചിന്നാറാണ്. ചിന്നാറിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താ ചിന്നാറിന്റെ പ്രത്യേകത? കേരളത്തിലെ മഴ നിഴൽ പ്രദേശമാണ് അല്ലേ? കേരളത്തിലെ മഴ നിഴൽ പ്രദേശമാണ് ചിന്നാർ. കേരളത്തിലെ മഴ നിഴൽ പ്രദേശമാണ് ചിന്നാർ. നമുക്ക് ചോദിക്കാറുണ്ട്, ഇടുക്കി ജില്ലയിലെ മഴനിഴൽ പ്രദേശമായ വന്യജീവി സങ്കേതമാണ് ചിന്നാർ അല്ലെ? ഇടുക്കി ജില്ലയിലെ മഴനിഴൽ പ്രദേശമായിട്ടുള്ള വന്യജീവി സങ്കേതമാണ് ചിന്നാർ എന്ന് പറയുന്നത്. ആ ചിന്നാറിലാണ് ഏറ്റവും കുറവ് മഴ ലഭിക്കുന്നത്. കേരളത്തിലെ മഴനിഴൽ പ്രദേശവും ചിന്നാറാണ്. ഓക്കെ, നമുക്ക് ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് പോകാം. ഓക്കെ, തുടങ്ങിക്കോളൂ. പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ പ്രവേശന കവാടങ്ങളിൽ പെടാത്തത് ഏത്? പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ പ്രവേശന കവാടങ്ങളിൽ പെടാത്തത് ഏത്? എല്ലാവരും പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ പ്രവേശന കവാടമൊക്കെ പഠിച്ചു കാണും. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, വീണ്ടും ചോദിക്കും. പ്രവേശന കവാടങ്ങളിൽ ഒരെണ്ണത്തിന്റെ പേര് ഗ്യാൻദ്വാർ എന്നാണ്. മറ്റൊന്നിന്റെ പേര് ശക്തിദ്വാർ എന്നാണ്. മറ്റൊന്നിന്റെ പേര് കർമ്മദ്വാർ എന്നാണ്. അപ്പൊ പെടാത്തത് ഏതാണ്ടാ? ഐക്യദ്വാർ എന്നതാണ് പെടാത്തത്. അപ്പൊ ആൻസർ ഓപ്ഷൻ ഡി ആണ് ആൻസർ. മനസ്സിലായോ? ഓക്കെ, അപ്പൊ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ പ്രവേശന കവാടങ്ങളിൽ ഉൾപ്പെടാത്തത് എന്നിട്ട് ഐക്യദ്വാർ ആണ്. അപ്പൊ നമുക്ക് പഠിക്കേണ്ടത് ഉൾപ്പെടുന്നത് ഏതൊക്കെയെന്നാണ്. ഗ്യാൻദ്വാർ, ശക്തിദ്വാർ, കർമ്മദ്വാർ അല്ലേ? ഓക്കെ, പുതിയ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തത് എപ്പോഴാണ്? പുതിയ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം 28 ഇത് നൂലുകെട്ടാ? കറക്റ്റ് പറയണം. 2023 മെയ് 28. 2023 മെയ് 28. 2023 ഇവിടെ എനിക്കൊരു ഡൗട്ടാണ്. ഈ നൂലുകെട്ട് എന്ന് പറഞ്ഞ സമ്പ്രദായം എല്ലാ മതത്തിലുള്ളതാണ്? എല്ലാ മതത്തിലുള്ളത് തന്നെ ഉണ്ടല്ലേ? ഓക്കെ,
2023 മെയ് 28 ആരാ ഉദ്ഘാടനം ചെയ്തേ? ദിവസം വ്യത്യാസം ഉണ്ടല്ലേ. ആരാ ഉദ്ഘാടനം ചെയ്തേ പുതിയ പാർലമെന്റ് മന്ദിരം? മോദിജി അല്ലേ? മോദിയാണ് ഉദ്ഘാടനം ചെയ്തത്. പുതിയ പാർലമെന്റ് മന്ദിരത്തിലെ ആദ്യ സമ്മേളനം നടന്ന എപ്പോഴാ? പുതിയ പാർലമെന്റ് മന്ദിരത്തിലെ ആദ്യ സമ്മേളനം 2023 സെപ്റ്റംബർ 19 ആദ്യ സമ്മേളനം നടന്നത് അല്ലേ? 2023 സെപ്റ്റംബർ 19 ആദ്യ സമ്മേളനം. പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ അവതരിപ്പിച്ച ആദ്യത്തെ ബില്ല് നമ്മൾ എപ്പോഴും പറയുന്നതാണ് വനിതാ സംവരണ ബില്ല്, അല്ലെങ്കിൽ നാരി ശക്തി വന്ദൻ അധിനിയം. നാരി ശക്തി വന്ദൻ അധിനിയമാണ് ആദ്യത്തെ ബില്ല് എന്ന് പറയുന്നത് അല്ലേ? ഓക്കെ, ക്ലിയർ ആണ്. ഓക്കെ, അത് ഓർത്തിരിക്കുക. ഇനി നമ്മുടെ പാർലമെന്റ് മന്ദിരത്തിന്റെ ആകൃതി എന്താ? പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ആകൃതി എന്താ? ത്രികോണമാണ്. പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ആകൃതി എന്ന് പറഞ്ഞാൽ ത്രികോണമാണ് കേട്ടോ. ത്രികോണമാണ് കേട്ടോ, ത്രികോണം. ഓക്കെ, ക്ലിയർ ആണ്. ഇതൊക്കെ ഓർത്തിരിക്കുക. ബേസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത്. അടുത്ത്, കേരളത്തിൽ പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള സ്കൂൾ വിദ്യാഭ്യാസം ഏകീകരിക്കാൻ ശുപാർശ ചെയ്ത കമ്മീഷൻ ഏതാണ്? കേരളത്തിൽ പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള സ്കൂൾ വിദ്യാഭ്യാസം ഏകീകരിക്കാൻ ശുപാർശ ചെയ്ത കമ്മീഷൻ, നമുക്കത് പ്രീവിയസ് ആയി ചോദിച്ചതാണ്. വീണ്ടും ചോദിക്കും വളരെ ഖാദർ കമ്മീഷനാണ് കേട്ടോ. ഖാദർ കമ്മീഷനാണ്. അപ്പൊ പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള സ്കൂൾ വിദ്യാഭ്യാസം ഏകീകരിക്കാൻ ശുപാർശ ചെയ്ത കമ്മീഷൻ ഖാദർ കമ്മീഷനാണ്. നിങ്ങൾക്ക് ചോദിക്കും ഖാദർ കമ്മീഷൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിക്കും. അത് ഏതാണ് കുട്ടികളെ? അത് വിദ്യാഭ്യാസമാണ് കേട്ടോ. വിദ്യാഭ്യാസമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. മനസ്സിലായ? ഓക്കെ, അതായത് പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള സ്കൂൾ വിദ്യാഭ്യാസം ഏകീകരിക്കുക. ഓക്കെ, പ്രൈമറി എഡ്യൂക്കേഷൻ അല്ല, പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി വരെ. ഹയർ സെക്കൻഡറി എന്ന് വെച്ചാൽ എന്താണ്? ഹയർ സെക്കൻഡറി എന്തുവാ ഹയർ സെക്കൻഡറി എന്ന് പറയുന്നേ? +1 +2 ആണ് ഹയർ സെക്കൻഡറി എന്ന് പറയുന്നത് അല്ലേ? +1 +2 ആണ് ഹയർ സെക്കൻഡറി എന്ന് പറയുന്നത്. അപ്പൊ ഈ ഖാദർ കമ്മീഷന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള സ്കൂൾ വിദ്യാഭ്യാസം ഏകീകരിക്കുക എന്നതാണ്. ഓക്കെ, ഇന്ത്യയിലെ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ കമ്മീഷൻ ഏതാണ്? രാധാകൃഷ്ണൻ സർവകലാശാല വിദ്യാഭ്യാസ കമ്മീഷനാണ്. ഓക്കെ പിള്ളേരെ, രാധാകൃഷ്ണൻ സർവകലാശാല വിദ്യാഭ്യാസ കമ്മീഷനാണ്. സർവകലാശാല വിദ്യാഭ്യാസ കമ്മീഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രാധാകൃഷ്ണൻ കമ്മീഷൻ. ഇനി സെക്കൻഡറി വിദ്യാഭ്യാസ കമ്മീഷൻ എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് മുതലിയാർ കമ്മീഷൻ. സെക്കൻഡറി വിദ്യാഭ്യാസ കമ്മീഷൻ ചോദിച്ചാൽ മുതലിയാർ കമ്മീഷൻ. ഇനി ഇന്ത്യയുടെ ദേശീയ വിദ്യാഭ്യാസ കമ്മീഷൻ എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഏതാണ്? അത് കോത്താരി കമ്മീഷൻ. ദേശീയ വിദ്യാഭ്യാസ കമ്മീഷൻ എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഏതാണ് പിള്ളേരെ? കോത്താരി കമ്മീഷൻ. ഇനിയുമുണ്ട് പ്രാഥമിക വിദ്യാഭ്യാസ കമ്മീഷൻ എന്ന് ചോദിക്കുകയാണെങ്കിൽ ആർക്ക് പറയാം? പ്രാഥമിക വിദ്യാഭ്യാസ കമ്മീഷൻ ഏതാണ്? സർവകലാശാല രാധാകൃഷ്ണൻ, സർവകലാശാല യശ്പാലാണ്. ഞാൻ ഒന്നുകൂടെ ഫുള്ള് പറഞ്ഞുതരാം. സർവകലാശാല വിദ്യാഭ്യാസ കമ്മീഷൻ രാധാകൃഷ്ണൻ കമ്മീഷൻ. സെക്കൻഡറി വിദ്യാഭ്യാസ കമ്മീഷൻ മുതലിയാർ കമ്മീഷൻ. അടുത്ത ദേശീയ വിദ്യാഭ്യാസ കമ്മീഷൻ എന്നറിയപ്പെടുന്നത് കോത്താരി കമ്മീഷനാണ്. പ്രാഥമിക വിദ്യാഭ്യാസ കമ്മീഷൻ യശ്പാൽ കമ്മീഷനാണ്. വളരെ യശ്പാൽ കമ്മീഷൻ ഏത് വർഷമാണ്? യശ്പാൽ കമ്മീഷൻ ഏത് വർഷം? 92 1992 യശ്പാൽ കമ്മീഷൻ. കോത്താരി കമ്മീഷൻ ഏത് വർഷം? ഇന്ത്യയുടെ ദേശീയ വിദ്യാഭ്യാസ കമ്മീഷൻ കോത്താരി കമ്മീഷൻ 1964. മുതലിയാർ കമ്മീഷൻ ഏത് വർഷം? മുതലിയാർ കമ്മീഷൻ 1952. ഇന്ത്യയുടെ സെക്കൻഡറി വിദ്യാഭ്യാസ കമ്മീഷൻ മുതലിയാർ കമ്മീഷൻ 52. അടുത്ത് സർവകലാശാല വിദ്യാഭ്യാസ കമ്മീഷൻ രാധാകൃഷ്ണൻ കമ്മീഷൻ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ രാധാകൃഷ്ണൻ കമ്മീഷൻ 1948. ഓക്കെ, ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ വിദ്യാഭ്യാസ കമ്മീഷൻ ഏതാണ് പിള്ളേരെ? ഹണ്ടർ കമ്മീഷനാണ്. മെക്കാളെ കമ്മീഷൻ അല്ല. മെക്കാളെ എന്താണെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ പിന്നെ ക്ലാസ് എടുത്തു തരും. ഞാൻ ഡിഗ്രി ബാച്ചർക്ക് എടുത്തു കൊടുത്തിട്ടുണ്ട് മെക്കാളെ എന്താണ്, മെക്കാളെ മീൻസ് ഒക്കെ എന്താണെന്ന്.
വളരെ ഹണ്ടർ കമ്മീഷൻ ആണ്. ഹണ്ടർ കമ്മീഷൻ ഏത് വർഷമാണ്? ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷനായ ഹണ്ടർ കമ്മീഷൻ 1882 കേട്ടോ. ബ്രിട്ടീഷ് ഇന്ത്യയില് ഹണ്ടർ കമ്മീഷൻ 1882 കേട്ടോ. 82. ഓക്കെ, ഇത് ഇത്ര ഓർത്തിരിക്കുക. ഓക്കെ, ശരി. രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലമായ അടൽ സേതു പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത ദിവസം. അടൽ സേതു ഉദ്ഘാടനം ചെയ്ത ദിവസം. അടൽ സേതുവിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ നമ്മൾ ഒരുപാട് റിപ്പീറ്റ് അടിച്ച് ചെയ്തതാണ്. അടൽ സേതു ഉദ്ഘാടനം ചെയ്തത് എപ്പോഴാണ് പിള്ളേരെ? 2024 ജനുവരി മാസം 12-ാം തീയതിയാണ് നരേന്ദ്രമോദി അടൽ സേതു ഉദ്ഘാടനം ചെയ്തത്. ഓക്കെ, അടുത്തത് കറണ്ട് അഫയേഴ്സ് ക്ലാസ് കിട്ടും കേട്ടോ, റിവിഷൻ കിട്ടും. അടുത്ത, ഇന്ത്യയിൽ അരങ്ങേറുന്ന വിവിധ ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ട തെറ്റായ ജോഡി തേടുക. തെറ്റായ ജോഡി തേടത്തെ. ഇന്ത്യയിൽ അരങ്ങേറുന്ന പ്രധാനപ്പെട്ട ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ട തെറ്റായ ജോഡി. ഓക്കെ പിള്ളേരെ, ഇന്റർനാഷണൽ കൈറ്റ് ഫെസ്റ്റിവല് അഹമ്മദാബാദാണ് അല്ലെ? അഹമ്മദാബാദാണ്. ഓക്കെ, അത് ശരിയാണ്. അതായത് ഒന്ന് ശരിയാണ്. ഓക്കെ, പർപ്പിൾ ഫെസ്റ്റിവൽ എവിടെയാണ്? പർപ്പിൾ ഫെസ്റ്റിവൽ എവിടെയാണ്? ധനുയാത്ര. പർപ്പിൾ ഫെസ്റ്റിവൽ ഗോവയിലാണ്. ധനുജാത്ര ഉത്സവം എവിടെയാണ്? ഒഡീഷയിലാണ്. അതായത് ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചാ കൊടുത്തിരിക്കുന്നത് കേട്ടോ. പർപ്പിൾ ഫെസ്റ്റിവല് ഗോവയും ധനുജാത്ര ഫെസ്റ്റിവല് ഒഡീഷയിലുമാണ്. അപ്പം ഇത് രണ്ടും തെറ്റാണ് കേട്ടോ. 2, 3 തെറ്റാണ്. അപ്പൊ ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓപ്ഷൻ ബി ആണ് ആൻസർ കേട്ടോ. ഓക്കെ, ക്ലിയർ ആണ്. കുടുംബശ്രീ പുതുതായി രൂപീകരിച്ച സാംസ്കാരിക വിഭാഗത്തിന്റെ പേര്. കുടുംബശ്രീ പുതുതായി രൂപീകരിച്ച സാംസ്കാരിക വിഭാഗത്തിന്റെ പേര്. കുടുംബശ്രീ, രംഗശ്രീ. നമ്മളതൊക്കെ പ്രീവിയസ് കറണ്ട് അഫയേഴ്സിൽ പഠിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പഠിച്ചോളാം. കുടുംബശ്രീയുടെ പുതിയ സാംസ്കാരിക വിഭാഗത്തിന്റെ പേരാണ് രംഗശ്രീ. പറയുമ്പോൾ നിങ്ങൾക്ക് ഇന്ന് കുടുംബശ്രീ മീറ്റിംഗ് ഒക്കെ ഉള്ളതല്ലേ? മീറ്റിങ്ങിനൊക്കെ പോകണില്ലേ ഇന്ന്? കുടുംബശ്രീ മീറ്റിംഗ് ഇല്ല, ഇന്ന് മഴ കാരണം മാറ്റി വെച്ചാ? ഇതൊരു വള്ളം കളിയാ? അതൊന്നുമല്ലയോ? അത് കുടുംബശ്രീ അംഗമല്ലെന്നാണോ? കുടുംബശ്രീ അല്ല. ഓക്കെ, കുടുംബശ്രീ ഉണ്ട്. ഓക്കെ, ശരി, അംഗമല്ല. ഓക്കെ, 2023-24 വർഷത്തെ സുസ്ഥിര വികസന സൂചികയിൽ 1-ാം സ്ഥാനത്തെത്തിയ സംസ്ഥാനം ഏതാണ്? 2023-24 വർഷത്തെ സുസ്ഥിര വികസന സൂചികയിൽ 1-ാം സ്ഥാനത്തെ സംസ്ഥാനം പിള്ളേരെ കേരളമാണോ ഉത്തരാഖണ്ഡാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാല് രണ്ടുമാണ് കേട്ടോ. നമുക്ക് ചോദിച്ചതാണ്, ഇതൊക്കെ പ്രീവിയസ് ചോദ്യമാണ്. കേരളവും ഉത്തരാഖണ്ഡുമാണ്. ബോത്താണ് കേട്ടോ. കേരളവും ഉത്തരാഖണ്ഡും 1-ാം സ്ഥാനത്താണ്. 2023-24 വർഷത്തെ സുസ്ഥിര വികസന സൂചികയില് 1-ാമതെത്തിയ സംസ്ഥാനങ്ങൾ കേരളവും ഉത്തരാഖണ്ഡുമാണ്. ഓക്കെ, 2023 വയലാർ അവാർഡ് ജേതാവ്. 2023 വയലാർ അവാർഡ് ജേതാവ്. 2023 വയലാർ അവാർഡ് ജേതാവ് ശ്രീകുമാരൻ തമ്പിയാണ് അല്ലെ? ശ്രീകുമാരൻ തമ്പിയാണ് 2023 വയലാർ അവാർഡ് ജേതാവ്. ശ്രീകുമാരൻ തമ്പിയുടെ ഏത് കൃതിക്കാണ് വയലാർ അവാർഡ് കിട്ടിയത്? ശ്രീകുമാരൻ തമ്പിയുടെ ഏത് കൃതിക്കാണ്ട? ജീവിതം ഒരു പെൻഡുലം. ജീവിതം ഒരു പെൻഡുലം എന്ന കൃതിക്കാണ് ലഭിച്ചത്. ജീവിതം ഒരു പെൻഡുലം. ഓക്കെ, ഇത് ഇദ്ദേഹത്തിന്റെ എന്താണ്ടാ? ഇദ്ദേഹത്തിന്റെ ഏത് വിഭാഗത്തിൽപ്പെടുന്ന കൃതിയാണത്? ഇദ്ദേഹത്തിന്റെ ആത്മകഥയാണ്. ഈ ഒരു ചോദ്യം പഠിച്ചോണേ. ശ്രീകുമാരൻ തമ്പിയുടെ ആത്മകഥ ജീവിതം ഒരു പെൻഡുലം. ഇദ്ദേഹത്തിന്റെ ആത്മകഥയാണ് കേട്ടോ. ഇദ്ദേഹത്തിന്റെ ആത്മകഥയാണ് ജീവിതം ഒരു പെൻഡുലം. ഓക്കെ, ക്ലിയർ ആണ്. 2024 വയലാർ അവാർഡ് ആർക്കാ കിട്ടിയത്? 2024 വയലാർ അവാർഡ്. 2024 വയലാർ അവാർഡ് ലഭിച്ചത് അശോകൻ ചെരുവിൽ. അശോകൻ ചെരുവിൽ അല്ലെ? അശോകൻ ചെരുവിൽ എന്ന് പറയുന്ന വ്യക്തിക്കാണ് ലഭിച്ചത്. ഓക്കെ, ഏത് കൃതിക്കാണ് ലഭിച്ചത്? കാട്ടൂർ കടവ് അല്ലെ? കാട്ടൂർ കടവ് എന്ന കൃതിക്കാണ് ലഭിച്ചത്. കാട്ടൂർ കടവ് ഏത് വിഭാഗത്തിൽപ്പെടുന്നു? കാട്ടൂർ കടവ് എന്ത് നോവലാ? പൊളിറ്റിക്കൽ നോവലാണ് കേട്ടോ. രാഷ്ട്രീയ നോവൽ വിഭാഗത്തിൽപ്പെടുന്നു. രാഷ്ട്രീയ നോവൽ വിഭാഗത്തിൽപ്പെടുന്നു. ഓക്കെ, അപ്പൊ 2023 ശ്രീകുമാരൻ തമ്പി
ജീവിതം ഒരു വെണ്ടുലം ആത്മകഥയാണ്. 2024 അശോകൻ ചെരുവിലാണ്. ഓക്കെ, അശോകൻ ചെരുവിലാണ്. കാട്ടൂർ കടവ് രാഷ്ട്രീയ നോവലാണ്. ഓക്കെ, ഇതിനൊരു കോഡൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഹരിശ്രീ അശോകൻ എന്ന് പറഞ്ഞിട്ടൊരു കോഡ്. ഹരിശ്രീ അശോകൻ എന്നൊരു കോഡൊക്കെ ഉണ്ട് കേട്ടോ. അതായത് 2022 ഹരീഷ് മീശ, വയലാർ അവാർഡ്. അടുത്ത് 2023 ശ്രീകുമാരൻ തമ്പി, 2024 അശോകൻ, അതാണ് ഹരിശ്രീ അശോകൻ. ഓക്കെ, ഹരിശ്രീ അശോകനൊക്കെ അറിഞ്ഞൂടെ? ആരാ ഹരിശ്രീ അശോകൻ? ആക്ടർ രമണൻ. അതെ, പലർക്കും അത് ആക്ടർ ആയിരിക്കും. 90s കിഡ്സിന് അദ്ദേഹം രമണനാണ്. ഓക്കെ, ക്ലിയർ ആണ്. രമണനേക്കാൾ എനിക്കിഷ്ടം സുന്ദരനെയാണ്. സുന്ദരൻ ഏത് സിനിമയിലെന്നറിയോ? സുന്ദര പറക്കും തെളിക, മറ്റേ ഒരു എലിയുടെ പിറകെ, മറ്റേ പാസ്പോർട്ട് എത്തുന്ന എലിയുടെ പിറകെ കിടക്കണ പറക്കും തെളിക. ഓക്കെ, എനിക്ക് അതാണ് കൂടുതൽ ഇഷ്ടം. എനിക്ക് രമണനേക്കാൾ ഇഷ്ടം സുന്ദരനെയാണ്. അടുത്ത, ഓക്കെ, ഇന്ത്യയിൽ ആദ്യമായി കാർബൺ ന്യൂട്രൽ അഗ്രികൾച്ചർ പദ്ധതി അവതരിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഇതൊക്കെ പ്രീവിയസ് ആയി വന്നതാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് കാർബൺ ന്യൂട്രൽ അഗ്രികൾച്ചർ പദ്ധതി. കാർബൺ ന്യൂട്രൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാർബണുമായി എന്തിന് അപ്പൊ വളരെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ അഗ്രികൾച്ചർ പദ്ധതി കേരളമാണ് കേട്ടോ. അനുഭവങ്ങളൊന്നും കുഴപ്പമില്ലേ ഷാനി? ഓക്കെ, കുണ്ടറ വിളംബരത്തിന്റെ എത്രാമത് വാർഷികമാണ് 2024 ജനുവരിയിൽ ആചരിച്ചത്? കുണ്ടറ വിളംബരത്തിന്റെ എത്രാമത്തെ വാർഷികമാണ് 2024 ജനുവരിയിൽ ആരംഭിച്ചത്? ഓക്കെ, ഒന്ന് ആലോചിച്ച് കണ്ടുപിടിച്ചേടാ. എപ്പോഴാ കുണ്ടറ വിളംബരം നടന്നതെന്ന് ആലോചിച്ചാൽ കിട്ടും. കിട്ടിയ എല്ലാവർക്കും 1809 അപ്പൊ 1809 ആകുമ്പം 2024 ആകുമ്പം എത്ര വർഷമായി? 215 വർഷമായല്ലേ? 215. ഓക്കെ, 215 വർഷമായിട്ടുണ്ട്. അപ്പൊ 2024 ജനുവരിയില് കുണ്ടറ വിളംബരത്തിന്റെ എത്രാമത്തെ വാർഷികം? 215ാമത് വാർഷികമാണ്. 215ാമത് വാർഷികമാണ് കേട്ടോ. കണക്കൂട്ടി നോക്കി കിട്ടും. ഓക്കെ, അത് കുഴപ്പമില്ല. അടുത്ത ചോദ്യം, കേസുകൾ വേഗം തീർപ്പാക്കാനായി ഇന്ത്യയിൽ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പവേർഡ് ഡിജിറ്റൽ ലോക് അദാലത്ത് നിലവിൽ വന്ന സംസ്ഥാനം ഏതാണ്? കേസുകൾ വേഗം തീർപ്പാക്കാനായി ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പവേർഡ് ഡിജിറ്റൽ ലോക് അദാലത്ത് നിലവിൽ വന്ന സംസ്ഥാനം ഏതാണ്? സംസ്ഥാനമാണ് പിള്ളേരെ? അതിന്റെ ആൻസർ രാജസ്ഥാനാണ്. ആൻസർ രാജസ്ഥാൻ. രാജസ്ഥാനാണ് ആൻസർ. രാജസ്ഥാൻ കേട്ടാ. ഈ ലോക് അദാലത്ത് നിങ്ങൾക്ക് പരീക്ഷ ചോദിക്കുക. അത് എസ്എയിൽ പറയുന്നൊരു കാര്യമാണ്. ഇത് തന്നെയാണ് ലോക് അദാലത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കേസുകൾ പെട്ടെന്ന് തീർപ്പാക്കുന്നതിനുള്ള ഒരു സംവിധാനമാണ് ലോക് അദാലത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നിങ്ങൾക്ക് ചോദിക്കുന്നതാണ്. കോടതിക്ക് വെളിയിൽ കേസുകൾ സെറ്റിൽ ചെയ്യുന്ന ഒരു പദ്ധതി അല്ലെങ്കിൽ ഒരു സംവിധാനത്തെയാണ് നമ്മൾ എന്താ പറയുക ലോക് അദാലത്ത് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയെ ശ്രീലങ്കയിൽ നിന്ന് വേർതിരിക്കുന്ന സമുദ്രഭാഗം. ഇന്ത്യയെ ശ്രീലങ്കയിൽ നിന്ന് വേർതിരിക്കുന്ന സമുദ്രഭാഗമാണ് ഏത് പിള്ളേരെ? മാന്നാർ കടലിടുക്ക് അല്ലെ? മാന്നാർ കടലിടുക്ക് അല്ലെങ്കിൽ ഗൾഫ് ഓഫ് മാന്നാർ എന്ന് പറയും. ഇതിന് നമ്മൾ വേറൊരു പേരിട്ടും വിളിക്കും. പാക്ക് കടലിടുക്ക് എന്നും വിളിക്കും അല്ലെ? പാക്ക് കടലിടുക്ക് എന്നും വിളിക്കും. പാക്ക് കടലിടുക്ക്, മാന്നാർ കടലിടുക്ക് അല്ലെങ്കിൽ പാക്ക് കടലിടുക്ക്, രണ്ട് പേരിലും വിളിക്കും കേട്ടോ. ഇന്ത്യയെ ശ്രീലങ്കയിൽ നിന്ന് വേർതിരിക്കുന്ന സമുദ്രഭാഗമാണ് മാന്നാർ കടലിടുക്ക് അല്ലെങ്കിൽ പാക്ക് കടലിടുക്ക്. ഓക്കെ, അടുത്ത്, ദേശീയ ജലപാത 2 സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? അലഹബാദ് മുതൽ ഹാൽഡിയ വരെ സ്ഥിതി ചെയ്യുന്നു. ശരിയാണോടെ? അലഹബാദ് മുതൽ ഹാൽഡിയ വരെ സ്ഥിതി ചെയ്യുന്നു. തെറ്റാണ്. അലഹബാദ് മുതൽ ഹാൽഡിയ വരെ NW1 ആണ് അല്ലെ? NW1 ആണ്. അലഹബാദ് മുതൽ ഹാൽഡിയ വരെ NW1 ആണ്. ഓക്കെ, ഇനി അടുത്ത്, സാദിയ മുതൽ ധൂബ്രി വരെ സ്ഥിതി ചെയ്യുന്നു. ശരിയാണോ? സാദിയ മുതൽ ധൂബ്രി വരെ സ്ഥിതി ചെയ്യുന്നു. സാദിയ മുതൽ ധൂബ്രി വരെ സ്ഥിതി ചെയ്യുന്നു. ഓക്കെ, അപ്പൊ അത് കിട്ടിയപ്പോ തന്നെ നിങ്ങൾ ഇത് വെച്ചിട്ടാണ് എഴുതിയല്ലേ? അതായത് രണ്ടാമത്തെ ശരിയെന്നുള്ള പോയിന്റ് വെച്ചിട്ടല്ലേ നിങ്ങൾ എഴുതിയത്? ഓക്കെ, കറക്റ്റ് ആണ്. അതെ. ഓക്കെ, അതായത് സാദിയ മുതൽ ധൂബ്രി വരെ സ്ഥിതി ചെയ്യുന്നു. 1620 കിലോമീറ്റർ. അതും NW1 ആണ് കേട്ടോ. അതും NW1 നീളമാണ്. ഇതിന്റെ നീളം എത്രയാണ്? 891 കിലോമീറ്റർ ആണ് കേട്ടോ. NW2 നീളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 891 കിലോമീറ്റർ ആണ്. 891 കിലോമീറ്റർ ആണ്. ഓക്കെ, അപ്പം മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റ്.
ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. കറക്റ്റ് ആണ്. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ കടന്നു പോകുന്നു, ബംഗ്ലാദേശിലൂടെ കടന്നു പോകുന്നുണ്ട്. ഓക്കെ, അതായത് 2, 4 എന്നിവയാണ് ആൻസർ. 2, 4 എന്നിവയാണ് ആൻസർ. ഓക്കെ, അടുത്ത് ഇത് നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. നാമാചുരം ഏത് സംസ്ഥാനത്താണ്? നാമാചുരം ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ഇന്നാളെ നിങ്ങളത് പറയണം, നിങ്ങൾക്ക് അറിഞ്ഞാതേക്കാം, നിങ്ങൾ എഴുതി പഠിച്ച് വെച്ചോ എന്ന്. ഓക്കെ, കുറെ ആൾക്കാർ ചെറിയൊരു ഓർമ്മ വെച്ചിട്ടാണ് പറഞ്ഞത്, റിവിഷൻ ചെയ്തോണം ഈ അറിഞ്ഞാത്ത പോയിന്റ് ഒക്കെ എഴുതി വെക്കുന്നത്. നാമാചുരം ഉത്തരാഖണ്ഡാണ് ആൻസർ കേട്ടോ. ഉത്തരാഖണ്ഡ്. നാമാചുരം ഉത്തരാഖണ്ഡിലാണേ. നാമാചുരം ഉത്തരാഖണ്ഡിലാണ്. ഓക്കെ, അടുത്ത് ഇവയിൽ ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്ന ഭൂവിഭാഗങ്ങൾ ഏതല്ല? PSC അതേ പ്രീവിയസ് ചോദ്യം തന്നെയാണിത്. ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്ന ഭൂവിഭാഗങ്ങൾ ഏതല്ല? പിള്ളേരെ, ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്നത് ലഡാക്ക്, സസ്കർ എന്നിവയാണ് കേട്ടോ. ലഡാക്ക്, സസ്കർ എന്നിവയാണ് ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്നത്. ഓക്കെ, നിങ്ങൾ ഈ 2 കാര്യങ്ങൾ പഠിച്ചോണേ. അതായത് ഹിമാലയം എന്ന് പറഞ്ഞാൽ അതിൽ വരുന്നത് ഹിമാദ്രി, ഹിമാചല്, പിന്നെ ഏതാ? സിവാലിക്. ഓക്കെ, ഹിമാലയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. ട്രാൻസ് ഹിമാലയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലഡാക്ക്, കാരക്കോറം, പിന്നെ ഏതാണ്? സസ്കർ. ലഡാക്ക്, കാരക്കോറം, സസ്കർ ആണ് ഏത്? ട്രാൻസ് ഹിമാലയം. അപ്പൊ ഹിമാലയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ഏതൊക്കെയാ വരുന്നത്? ഹിമാലയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹിമാലയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്കും. ട്രാൻസ് ഹിമാലയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലഡാക്ക്, സസ്കർ, കാരക്കോറം. ഓക്കെ, ഇത് മാറിപ്പോവാതെ ഓർത്തോണം. ഇത് PSC ഇപ്പൊ നിങ്ങൾക്ക് ചോദിക്കുന്ന ചോദ്യമാണ്. ഡിഗ്രി ലെവലിൽ ഉൾപ്പെടെ ഈ ചോദ്യം വരാറുണ്ട് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണ്. ഈസി ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ പെട്ടെന്ന് ചില ആൾക്കാർ തെറ്റിച്ച് കളയും. പശ്ചിമ തീരപ്രദേശവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ നിരീക്ഷിക്കുക. പശ്ചിമ തീരപ്രദേശത്തിന്റെ മധ്യഭാഗം അറിയപ്പെടുന്ന പേര് മലബാർ തീരം. പശ്ചിമ തീരപ്രദേശത്തിന്റെ ദക്ഷിണഭാഗം അറിയപ്പെടുന്ന പേര് കൊങ്കൺ തീരം. പശ്ചിമ തീരപ്രദേശത്തിന്റെ മധ്യഭാഗം അറിയപ്പെടുന്നത് മലബാർ എന്നാണോ? അല്ല. എന്തെന്നാ അറിയപ്പെടുന്നേ? കൊങ്കൺ. മധ്യഭാഗത്ത് കൊങ്കൺ ആണ് അല്ലെ? മധ്യഭാഗത്ത് കൊങ്കൺ. പശ്ചിമ തീരപ്രദേശത്തിന്റെ ദക്ഷിണഭാഗം അറിയപ്പെടുന്ന പേര് കൊങ്കൺ. അത് ശരിയാണോ? അതും തെറ്റാണ്. ദക്ഷിണഭാഗം അറിയപ്പെടുന്നത് മലബാർ. അതായത് ഓപ്ഷൻ സി ആണ്. 1ഉം 2ഉം തെറ്റാണ്. നമ്മുടെ പശ്ചിമ തീരപ്രദേശം എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളമൊക്കെ ഉൾപ്പെടുന്ന ആ ഒരു തീരപ്രദേശത്തെയാണ് പശ്ചിമ തീരപ്രദേശം എന്ന് പറയുന്നത്. അതിന്റെ ദക്ഷിണഭാഗം മലബാർ, മധ്യഭാഗം കൊങ്കണ്, ഉത്തരഭാഗം ഏതാണ്ട? ഉത്തരഭാഗം ഏതാണ്? ഉത്തരഭാഗം ഗുജറാത്ത്. ഗുജറാത്താണ് കേട്ടോ. ഉത്തരഭാഗം ഗുജറാത്ത്, കൊങ്കൺ, മലബാർ ഇതാണ് പശ്ചിമ തീരം. അപ്പുറത്ത് ഉള്ളത് വടക്കൻ സിർക്കാർസ്. അതായത് കിഴക്കൻ തീരത്ത് അല്ലെങ്കിൽ പൂർവ്വ തീരത്ത് വടക്കൻ സിർക്കാർസ്. താഴോട്ടുള്ളത് ഏതാണ്ട? കോറമണ്ടൽ തീരമാണ് എവിടെ ഉള്ളത്? കോറമണ്ടൽ തീരമാണ് താഴെയുള്ളത്. ഓക്കെ, അവിടെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതായത് നമ്മുടെ പൂർവ്വ തീരത്തെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു, പശ്ചിമ തീരത്തെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. പശ്ചിമ തീരത്തില് ഏറ്റവും വടക്കുള്ളത് ഗുജറാത്ത്, നടുക്ക് കൊങ്കൺ, തെക്കുള്ളത് മലബാർ. ഇനി അവിടെ 2ആയിട്ട്, അതായത് നമ്മുടെ കിഴക്കൻ തീരത്തെ വടക്കൻ സിർക്കാർസ് തീരമെന്നും താഴോട്ടുള്ളതിനെ കോറമണ്ടൽ തീരമെന്നും പറയുന്നു. ഓക്കെ, ക്ലിയർ ആണ്. അടുത്ത, ഹിമാലയ നദികളുടെ നിക്ഷേപണ പ്രക്രിയയുടെ ഫലമായി രൂപമെടുത്ത ഭൂപ്രദേശം ഏത്? ഇതൊക്കെ ഒരുപാട് തവണ ചെയ്തിട്ടുണ്ട്. ഉത്തര മഹാസമതലമാണ്. ഏതൊക്കെ ഹിമാലയ നദികളാണ്ടാ? ഏതൊക്കെ ഹിമാലയ നദികള്? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികൾ ചേർന്ന് രൂപം കൊണ്ടതാണ് ഏത്? ഈ പറയുന്ന ഉത്തര മഹാസമതലം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നിങ്ങൾ വേറൊരു കാര്യം കൂടെ പഠിച്ചോളൂ. ഇതിൽ ഏറ്റവും വലിയ സമതലം ഏതാണ്? സിന്ധുവിൻ്റെതാണോ, ഗംഗയുടേതാണോ, ബ്രഹ്മപുത്രയുടേതാണോ? ഈ 3 വലിയ സമതലം ഗംഗാ നദിയുടെ സമതലമാണ്. ഗംഗാ നദിയുടെ സമതലമാണ് വലുത്. ഓക്കെ, ക്ലിയർ ആണ്.
ഏത് ഇന്ത്യൻ പ്രദേശത്താണ് ബംഗാൾ ഉൾക്കടൽ, അറബിക്കടൽ, ഇന്ത്യൻ മഹാസമുദ്രം എന്നിവ കൂടിച്ചേരുന്നത്? സംഗമം, ത്രിവേണി സംഗമം അങ്ങനെയല്ലേ പറയുന്നേ? ഓക്കെ, എവിടെ പിള്ളേരെ ഇത് മൂന്നും കൂടി ചേർന്ന ഇതിനല്ല ത്രിവേണി സംഗമം എന്ന് പറയുന്നത്? ആണോ? പണ്ട് ഒരു കേട്ട ഓർമ്മയാണ്, ത്രിവേണി സംഗമം, കന്യാകുമാരി. ഓക്കെ, ഒരു പാട്ടൊക്കെ ഉണ്ടല്ലോ, സംഗമം സംഗമം ത്രിവേണി സംഗമം, നസീറിന്റെ പടത്തില് പണ്ടത്താ. ഓക്കെ, ത്രിവേണി സംഗമം. ത്രിവേണി സംഗമം ഗംഗ യമുന സരസ്വതി അല്ലേടേ? അത് നമ്മൾ ഇത് തന്നെയാണ്. കൺഫ്യൂഷൻ ആയല്ലോ. ഇത് പ്രായമായിട്ട് ആരും ഇല്ലേ? ഉണ്ട്. ഓക്കെ, ഗംഗ യമുന സരസ്വതി, അതാണ് ത്രിവേണി സംഗമം. ഇതല്ല, നദികളാണ് ത്രിവേണി സംഗമം. ഓക്കെ, കണ്ട, പ്രായ ആൾക്കാരാണ് പറയുന്നത്, നമ്മളൊക്കെ പുതിയ ആൾക്കാരാണ്, വലിയ പിടിയില്ല. ഓക്കെ, ഇത് ത്രിവേണി സംഗമമാണോ? ഇത് ത്രിവേണി സംഗമമാണ്. ഓക്കെ, ഇപ്പൊ പഴയ ആൾക്കാർക്ക് മാർക്കറ്റ് ഇല്ല. ഇപ്പോഴത്തെ പുതിയ 2K പിള്ളേർ, ജനറേഷൻ ഇസഡ്, ജനറേഷൻ എക്സ്, അതിനൊക്കെയാണ് ഇപ്പൊ റേഞ്ച്. ഞാൻ ഇപ്പൊ ജനറേഷൻ ഇസഡിലോട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലേ നാട്ടിൽ വില കിട്ടത്തുള്ളൂ. ഓക്കെ, അടുത്ത് അതാണ്ട അനു ഏത് ബേട്ടയാ? ബീറ്റ. ശരി. ഓക്കെ, എടാ, ഇന്ത്യയുടെയും ബംഗ്ലാദേശിന്റെയും കിഴക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ്? ഇന്ത്യയുടെയും ബംഗ്ലാദേശിന്റെയും കിഴക്ക് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ്? ഇന്ത്യയുടെയും ബംഗ്ലാദേശിന്റെയും കിഴക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് മ്യാൻമർ. ഏതാണ്? മ്യാൻമർ. കേട്ടാ, നമ്മുടെ ഇന്ത്യയുടെയും ബംഗ്ലാദേശിന്റെയും രണ്ടിന്റെയും കിഴക്ക് ഭാഗത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്, മ്യാൻമർ സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അടുത്ത് പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഉപദ്വീപീയ നദികൾ തിരഞ്ഞെടുക്കുക. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഉപദ്വീപീയ നദികൾ തിരഞ്ഞെടുക്കുക. നോക്കാം. നർമ്മദ നദി പടിഞ്ഞാറോട്ടാണോ ഒഴുകുന്നേ? നർമ്മദ നദി പടിഞ്ഞാറോട്ടാണോ ഒഴുകുന്നേ? നർമ്മദ നദി പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത്. ഓക്കെ, ഇനി അടുത്ത് കാവേരി നദി പടിഞ്ഞാറോട്ടാണോ? അല്ല, കാവേരി നദി എങ്ങോട്ടാണ് ഒഴുകുന്നത്? കിഴക്കാണല്ലേ? കിഴക്ക്. കാവേരി നദി കിഴക്ക്. താപ്തി പടിഞ്ഞാറോട്ടാണോ? താപ്തി പടിഞ്ഞാറാണ്. ഓക്കെ, ഇനി ലൂണി പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നേ? ലൂണിയും പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത്. കേട്ടാ, ലൂണിയും ഒഴുകുന്നത് എങ്ങോട്ടാണ്? പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത്. ലൂണി പക്ഷെ അറബിക്കടലിൽ പതിക്കുന്നുണ്ടോ? ഇല്ല. ലൂണിയുടെ പ്രത്യേകത എന്താണ്? ലൂണി കരബന്ധിത നദിയാണ് അല്ലേ? കരബന്ധിത നദിയാണ് ലൂണി. അതായത് കരയിൽ ആരംഭിച്ചിട്ട് കരയിൽ തന്നെ അവസാനിക്കുന്ന നദിയാണ് ലൂണി. കേട്ടോ, കരയിൽ ആരംഭിച്ചിട്ട് കരയിൽ തന്നെ അവസാനിക്കുന്ന നദിയാണ് ലൂണി. അത് മാത്രമല്ല, വേറെയും ചോദ്യമുണ്ട്. ഇന്ത്യയില് മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദിയാണ് ലവണവാരി എന്ന പ്രാചീന നാമമുള്ള നദി. ഇതെല്ലാം ഏതാണ്? ലൂണിയാണ്. കരബന്ധിത നദി, മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദി, ലവണവാരി എന്നറിയപ്പെടുന്ന നദി, ഇതെല്ലാം ലൂണിയാണ്. ഈ ലൂണി ഉത്ഭവിക്കുന്ന എവിടെ നിന്നറിയോ? ലൂണി എവിടെ നിന്നാ ഉത്ഭവിക്കുന്നേ? ഏതെന്നാ? രാജസ്ഥാനിലെ പുഷ്കർ തടാകം. അതെ, രാജസ്ഥാനിലെ പുഷ്കർ തടാകത്തിൽ നിന്ന് ഉത്ഭവിച്ചിട്ട് ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിലെ ചതുപ്പ് നിലങ്ങളിൽ അപ്രത്യക്ഷമാകുന്ന നദിയാണ് ഏത്? ലൂണി എന്ന് പറയുന്നത്. കേട്ടോ, ഓക്കെ, അപ്പൊ കരബന്ധിത നദിയാണ്, മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദിയാണ്, ലവണവാരി എന്നറിയപ്പെടുന്ന നദിയാണ്, പുഷ്കർ തടാകത്തിൽ നിന്ന് ഉത്ഭവിക്കുകയും ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിലെ ചതുപ്പ് നിലങ്ങളിൽ അപ്രത്യക്ഷമാവുകയും ചെയ്യുന്ന നദിയാണ് ലൂണി. ഓർത്തിരിക്കുക. ഓക്കെ, ക്ലിയർ ആണ്. അപ്പൊ ആൻസർ ഏതൊക്കെയാടാ? ആൻസർ ഏതൊക്കെ വരും? ഓപ്ഷൻ സി ആണ് 1, 3, 4. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വടക്ക് കിഴക്കൻ അതിർത്തി റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ്? വടക്ക് കിഴക്കൻ അതായത് നോർത്ത് ഈസ്റ്റ് ബോർഡർ റെയിൽവേ, അതെവിടെയാണ്? ഗുവാഹത്തിയിലാണ് അല്ലെ? ഗുവാഹത്തിയാണ് ആൻസർ. കേട്ടോ, വടക്ക് കിഴക്കൻ അതിർത്തി റെയിൽവേയുടെ ആസ്ഥാനം ഗുവാഹത്തി. ഓക്കെ,
അടുത്ത ചോദ്യം ആര് കമന്റ് ചെയ്ത് നോക്കാം. പ്രീവിയസ് ആണ്. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാന കാലത്ത് സമാന്തര സർക്കാർ ആരംഭിച്ചത് ഈ സ്ഥലങ്ങളിൽ എവിടെയാണ്? കണ്ടുപിടിച്ചേ. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് സമാന്തര സർക്കാർ ആരംഭിച്ചത് എവിടെയാ? എല്ലാവർക്കും സി ആണോ? ഭാവ്നഗർ, ഗുജറാത്ത്. ഇന്ത്യയോട് ആദ്യമായി കൂട്ടിച്ചേർന്ന നാട്ടുരാജ്യം ഭാവ്നഗർ, അതാണോ? ബല്ലിയാണ് ആൻസർ. ബല്ലിയാണ് ആൻസർ. ബല്ലിയാണ് കേട്ടോ. ബല്ലി ഇത് പ്രീവിയസ് ആയിട്ടുള്ള ചോദ്യമാണ് കേട്ടോ, പഠിച്ചോണേ. ബല്ലിയാണ്. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാന കാലത്ത് സമാന്തര സർക്കാർ സ്ഥാപിച്ചത് എവിടെ തിട്ടാൽ ബല്ലിയ. ഓക്കെ, ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറയാം. നമ്മൾ ഈ സ്ഥിരം ഇപ്പൊ ഞാൻ പറയാം, ഈ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ഥിരം കണ്ടിട്ടുള്ള ചോദ്യങ്ങളാണ് അല്ലേ. ഇതിങ്ങനത്തെ ക്വസ്റ്റ്യൻസിന് പ്രാധാന്യം നിങ്ങൾ കൊടുക്കേണ്ടെന്നല്ല. ഇത് നമ്മൾ റിവിഷൻ ചെയ്യുമ്പോൾ കിട്ടും. നമുക്ക് പുതുതായി കാണുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാധാന്യം കൊടുക്കണം. മനസ്സിലായ? കാരണം പുതിയ ചോദ്യങ്ങൾ എഴുതിയാൽ മാത്രമേ നമ്മളെ റാങ്ക് മുന്നോട്ട് പോകത്തുള്ളൂ, നമ്മുടെ മാർക്ക് മുന്നോട്ട് പോകത്തുള്ളൂ. അതുകൊണ്ട് പുതിയ കാര്യങ്ങൾ പഠിക്കുകയാണ്. ഇപ്പം നമ്മളിപ്പം ഒന്നാമത്തെ കാര്യം, ഈ റാങ്ക് ഫോയിലുള്ളത് മാത്രം പഠിച്ചാൽ മതി എന്നുള്ള തോന്നൽ മാറ്റണം. മനസ്സിലായ? നമ്മൾ ഒരു റാങ്ക് ഫയലിലെ പോർഷൻ ഫുള്ള് നമ്മൾ പഠിച്ചിട്ട് അതിൻ്റെ ഒരു എക്സ്ട്രാ പോയിന്റ്, അപ്പൊ അതിലുള്ള പോർഷനുള്ള എക്സ്ട്രാ പോയിന്റ് വേറെ എവിടെയും കണ്ടേ നമ്മൾ വലിയ വില കൊടുക്കൂല. അങ്ങനെയല്ല. നമ്മളൊരു സാധനം നമ്മൾ പഠിച്ചിട്ട് അതുമായി ബന്ധപ്പെട്ട എന്ത് കാര്യം കിട്ടിക്കഴിഞ്ഞാലും നിങ്ങൾ അത് ആഡ് ചെയ്ത് പഠിക്കണം. മനസ്സിലായോ? ഓക്കെ. ക്വിറ്റ് ഇന്ത്യ എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയത് ഗാന്ധിജി എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കോ ഇല്ലേ? അംഗീകരിക്കൂല. എന്നാ ആരെന്ന് പറ. ക്വിറ്റ് ഇന്ത്യ എന്ന മുദ്രാവാക്യം ആദ്യമായിട്ട് മുഴക്കിയത് യൂസഫ് മെഹ്റാലിയാണ്. ഇദ്ദേഹം തന്നെയാണ് സൈമൺ ഗോ ബാക്ക് എന്ന മുദ്രാവാക്യവും പറഞ്ഞത്. ആര് തന്നെയാണ്? ഇദ്ദേഹം തന്നെയാണ്. ഓക്കെ. ഡു ഓർ ഡൈ പറഞ്ഞത് ആരാ? പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് പറഞ്ഞത് ആരാ? അത് ഗാന്ധിജിയാണ്. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് പറഞ്ഞത് ഗാന്ധിജിയാണ്. ഡു ഓർ ഡൈ എന്ന് പറഞ്ഞ ഗാന്ധിജിയാണ്. ഓക്കെ, ക്ലിയർ ആണ്. അത് ഏത് സമരവുമായി ബന്ധപ്പെട്ടാ പറഞ്ഞത് ഡു ഓർ ഡൈ? ഗാന്ധിജി ഡു ഓർ ഡൈ എന്ന് പറഞ്ഞത് ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടതാണ്. ഡു ഓർ ഡൈ. ഓക്കെ, ഡു ഓർ ഡൈ, ക്ലിയർ ആണ്. അടുത്ത 1857 വിപ്ലവാനന്തരം ഇന്ത്യയുടെ ഭരണാധികാരിയായ ബ്രിട്ടീഷ് രാജ്ഞി ആരാണ്? 57 വിപ്ലവത്തിന് ശേഷം നമ്മള് വിക്ടോറിയ, അറബിളെ ക്യൂൻ വിക്ടോറിയാണ്. ക്യൂൻ വിക്ടോറിയാണ്. 1857 വിപ്ലവത്തിന് ശേഷം ഇന്ത്യയുടെ ഭരണാധികാരിയായ വ്യക്തി വിക്ടോറിയാണ്. വിക്ടോറിയ. ഓക്കെ, ക്ലിയർ ആണ്. അടുത്ത ചേരുമ്പടി ചേർക്കുക. ഒന്ന് ചേരുമ്പടി ചേർത്തേടാ. ചേർത്തില്ലേ? നോക്കാം. സംവാദ് കൗമുദി എവിടെ? സംവാദ് കൗമുദി ആരാ? രാജാറാം മോഹൻ റോയ്. അപ്പൊ 1B വരും അല്ലേ? 1B വരും. ഓക്കെ, 1B ഉള്ള 2 ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ബാക്കി വെട്ടിക്കളയാം. എയും വെട്ടിക്കളയാം, ഡിയും വെട്ടിക്കളയാം. ബോംബെ ക്രോണിക്കിൾ ആരാ? ബോംബെ ക്രോണിക്കിൾ ഫിറോസ് ഷാ മേത്തയാണ്. അപ്പൊ 2A വരും. ബോംബെ ക്രോണിക്കിൾ ഫിറോസ് ഷാ മേത്തയാണ്. വന്ദേ മാതരം ആരാണ്? വന്ദേ മാതരം മാഡം ഭിക്കാജി കാമയാണ്. ഈ തന്നിട്ടുള്ളത് മാഡം ഭിക്കാജി കാമയാണ് വന്ദേ മാതരം. അപ്പൊ ഡി വരും. ഓക്കെ. അടുത്ത ഇന്ത്യൻ മിറർ ദേവേന്ദ്രനാഥ ടാഗോർ ആണ്. അപ്പൊ 4C വരും. അപ്പൊ ആൻസർ ഓപ്ഷൻ സി ആണ്. 1B, 2A, 3D, 4C. ഓക്കെ. പിള്ളേരെ ഈ ഒരു കാര്യം, അതായത് ഇത് സംവാദ കൗമുദിയൊക്കെ അറിയാം. ബോംബെ ക്രോണിക്കിളൊക്കെ ഓർത്തോളം ഫിറോസ് ഷാ മേത്തയാണ്. ഓക്കെ. വന്ദേ മാതരത്തിൽ 1-2 പറഞ്ഞുതരാം. ഇവിടെ വന്ദേ മാതരം എന്ന് പറയുന്ന പ്രസിദ്ധീകരണം മാഡം ഭിക്കാജി കാമയും ലാലാ ലജ്പത് റായും അതുപോലെ ബിപിൻ ചന്ദ്രപാലും ആരംഭിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട വ്യക്തികളാണ്. വേറെയും ഒരുപാട് വ്യക്തികൾ വന്ദേ മാതരം എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ നമുക്ക് ചോദിക്കുന്ന 3 ആൾക്കാർ, ഒന്ന് മാഡം ഭിക്കാജി കാമ. അവരിത് ആരംഭിക്കുന്നത് പാരീസിലാണ്. ഈ വന്ദേ മാതരം എന്ന പ്രസിദ്ധീകരണം ഇവർ ആരംഭിച്ചത് പാരീസിലാണ് ആരംഭിച്ചത്. ഇനി ലാലാ ലജ്പത് റായ്ക്ക് നമുക്കൊരു ചോദ്യമുണ്ട്, ഏത് ഭാഷയിലാണ് ആരംഭിച്ചത്? ലാലാ ലജ്പത് റായ് വന്ദേ മാതരം എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് ഏത് ഭാഷയിലാണ്? ആർക്ക് പറയാം?
ഇതൊക്കെ ചോദിച്ചതാ. ഉറുദു ഭാഷ. ലാല ലജ്പത് റായ് ഉറുദു ഭാഷ. ബിപിൻ ചന്ദ്രപാൽ ഏത് ഭാഷയിലാണ്? ബിപിൻ ചന്ദ്രപാൽ ഇംഗ്ലീഷ് ഭാഷയിലാണ്. ഓക്കെ, ബിപിൻ ചന്ദ്രപാൽ ഇംഗ്ലീഷിലാണ്. ലാല ലജ്പത് റായ് ഉറുദു, ബിപിൻ ചന്ദ്രപാൽ ഇംഗ്ലീഷ്. ഇത് രണ്ടും ചോദിക്കാറുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് ലാല ലജ്പത് റായുടെ പത്രമാണ് ചോദിക്കുന്നത് കേട്ടോ. ഓക്കെ, അടുത്ത് വിഭജനകാലം ആസ്പദമാക്കി ഗരം ഹവ എന്ന സിനിമ സംവിധാനം ചെയ്തത് ആരാണ്? ഗരം ഹവ എന്ന സിനിമ സംവിധാനം ചെയ്തത് നിങ്ങൾക്ക് ഇന്നലെ പഠിക്കുന്ന ടോപ്പിക്കിൽ ഉണ്ടായിരുന്നു. അതാരാണ്? MS സത്യമാണ് അല്ലെ? MS സത്യമാണ്. ഗരം ഹവ എന്ന സിനിമ സംവിധാനം ചെയ്തത് MS സത്യമാണ് കേട്ടോ. ഓക്കെ, ഋത്തിക് ഘട്ടക്കിന്റെ സിനിമ എന്താണ്? ഋത്തിക് ഘട്ടക്കിന്റെ സിനിമ മേഘദാഖദാരയാണ് ഋത്തിക് ഘട്ടക്കിന്റെ സിനിമ. ഇതും വിഭജനകാലം ആസ്പദമാക്കിയിട്ടുള്ള സിനിമ തന്നെയാണ്. മേഘദാഖദാരെ ഋത്തിക് ഘട്ടക്കിന്റെ സിനിമ. ഓക്കെ, അടുത്ത ഗോവിന്ദ് നിഹലാനിയുടെ സിനിമ എന്താണ്? തമസ്. ഗോവിന്ദ് നിഹലാനിയുടേത് തമസ്. ഗോവിന്ദ് നിഹലാനി തമസ്. പമേല റൂക്സിന്റെ സിനിമ ട്രെയിൻ ടു പാകിസ്ഥാൻ ആണ് പമേല റൂക്സിന്റെ സിനിമ. പമേല റൂക്സ് ട്രെയിൻ ടു പാകിസ്ഥാൻ. ഋത്തിക് ഘട്ടക് മേഘദാഖദാരെ, ഗോവിന്ദ് നിഹലാനി തമസ്, MS സത്യു ഗരം ഹവ. ഓക്കെ, MS സത്യു. നമ്മൾ അത് ഓർത്തിരിക്കുക എളുപ്പമുണ്ട്. അവന്റെ സത്യം കഥാഹുവ എന്നൊക്കെ പറയും നമ്മൾ. മറ്റേ ഇവിടെ പറയുന്ന ശൈലിയാണ്. അവനിക്ക് വാക്ക് എന്നടാ എന്ന് പറയും. അവനല്ലേ, അവന്റെ സത്യം കഥാഹുവ എന്നൊക്കെ പറഞ്ഞ് ഓർത്തിരിക്കും. സത്യം കഥാ ഹുവ ഹവ ഹ എന്നൊക്കെ ഓർത്ത് വെച്ചിരുന്നത് എങ്ങനെയൊക്കെ ഓർത്തുപോയി. അതുപോലെ തന്നെ കട്ടക്കിൽ തക്ക മണ്ടല്ലേ വണ്ടി പോകുന്നത്. കട്ടറിൽ തക്ക എന്ന് പറഞ്ഞ വണ്ടി പോകുന്ന ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഗുദാഹുവ. ഓക്കെ, കണ്ട ട്രിവാൻഡ്രത്തുകാരുടെ ശൈലിയാണത്. ഓക്കെ, പ്രത്യേകിച്ച് പാലോട് മേഖല അല്ലേ മാഷിദ? ഗുദാഹുവ. ഓക്കെ, യെസ്, ക്ലിയർ ആണ്. ഓക്കെ, അപ്പൊ പിള്ളേരെ ഇതോടെ ട്രെയിൻ ടു പാകിസ്ഥാനിലെ ഒരു കൺഫ്യൂഷൻ പലർക്കും വരാറുണ്ട്. ട്രെയിൻ പാകിസ്ഥാൻ എന്ന് പറഞ്ഞ 2 സിനിമയുണ്ടോ? ട്രെയിൻ ടു പാകിസ്ഥാൻ പമേല റോക്സിന്റെ സിനിമയും. ഇനി ട്രെയിൻ ടു പാകിസ്ഥാൻ എന്ന നോവൽ എഴുതിയത് അത് ഖുഷ്വന്ത് സിംഗ് ആണ് കേട്ടോ. ട്രെയിൻ ടു പാകിസ്ഥാൻ എന്ന നോവൽ എഴുതിയത് ഖുഷ്വന്ത് സിംഗ് ആണ്. ട്രെയിൻ ടു പാകിസ്ഥാൻ എന്ന നോവൽ എഴുതിയത് ഖുഷ്വന്ത് സിംഗ് ആണ്. ഓക്കെ, ട്രെയിൻ ടു പാകിസ്ഥാൻ എന്ന നോവൽ എഴുതിയത് ഖുഷ്വന്ത് സിംഗ് ആണ്. അടുത്ത് ഗാന്ധിജി ആദ്യമായി പങ്കെടുത്ത INC സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആര്? ഗാന്ധിജി ആദ്യമായി പങ്കെടുത്ത INC സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആര് പിള്ളേരെ? ദിൽഷാ ഇ വാച്ചയാണ്. ഗാന്ധിജി ആദ്യമായി പങ്കെടുത്ത INC സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ദിൽഷാ ഇ വാച്ചയാണ്. ഏത് വർഷം ഏത് സ്ഥലം പറ? ഗാന്ധിജി ആദ്യമായി പങ്കെടുത്തത് 1901 കൊൽക്കത്ത സമ്മേളനം. 1901 കൊൽക്കത്ത സമ്മേളനത്തിലാണ്. അധ്യക്ഷനാരാണ്? ദിൽഷാ ഇ വാച്ചയാണ്. ഓക്കെ, ഗാന്ധിജി അധ്യക്ഷനായ സമ്മേളനം ഏതാ? ഗാന്ധിജി അധ്യക്ഷനായ സമ്മേളനം 1924 ബൽഗാം സമ്മേളനം. 1924 ബൽഗാം സമ്മേളനം. ഗാന്ധിജി അധ്യക്ഷനായത് 1924 ബൽഗാം, കർണാടക. ഓക്കെ, അങ്ങനെയെങ്കിൽ ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. ജവഹർലാൽ നെഹ്റു ആദ്യമായി പങ്കെടുത്തത് 11 1912 എവിടത്തെ സമ്മേളനം? ബങ്കിപ്പൂർ സമ്മേളനം. 1912 ബങ്കിപ്പൂർ സമ്മേളനം. അധ്യക്ഷൻ ആരാ? ജവഹർലാൽ നെഹ്റു പങ്കെടുത്ത ആദ്യത്തെ INC സമ്മേളനമായ ബങ്കിപ്പൂർ സമ്മേളനത്തിലെ അധ്യക്ഷൻ RN മതോൽക്കർ അല്ലേ? RN മതോൽക്കർ ആണ് അധ്യക്ഷൻ. നെഹ്റു ആദ്യമായി അധ്യക്ഷനായതോ? നെഹ്റു ആദ്യമായി അധ്യക്ഷനായത് 1929 ലാഹോർ. 1929 ലാഹോർ. ക്ലിയർ ആണ്? ശരി, ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. ഗാന്ധിജി നെഹ്റുവും ആദ്യമായി കണ്ടുമുട്ടിയ സമ്മേളനം ആർക്ക് പറയാം? ഗാന്ധിജി നെഹ്റു ആദ്യമായി കണ്ടുമുട്ടിയ സമ്മേളനം കൊള്ളാം, നിങ്ങൾ പറഞ്ഞു നിൽക്കുന്നുണ്ട്. 1916
ലക്നൗ സമ്മേളനം 1916 ലക്നൗ സമ്മേളനം അധ്യക്ഷനാരാ? അംബിക ചരൺ മജുംദാർ, AC മജുംദാർ, AC മജുംദാർ, AC മജുംദാർ. അംബിക ചരൺ മജുംദാർ അല്ലെങ്കിൽ AC മജുംദാർ ആണ് അധ്യക്ഷൻ. ഓക്കെ, ഈ 1916 ലക്നൗ സമ്മേളനത്തില് 3 ആൾക്കാർ കണ്ടുമുട്ടുന്ന അല്ലെങ്കിൽ സംഗമിക്കുന്ന സമ്മേളനങ്ങളാണ്. ഒന്ന് ഗാന്ധിജിയും നെഹ്റുവും, പിന്നെ INCയും മുസ്ലിം ലീഗും, പിന്നെ മിതവാദികളും തീവ്രവാദികളും. ഇവരെല്ലാം കൂടിച്ചേരുന്ന സമ്മേളനമാണ് 1916 ലക്നൗ സമ്മേളനം. ഗാന്ധിജി, നെഹ്റു, INC, മുസ്ലിം ലീഗ്, മിതവാദികൾ, തീവ്രവാദികൾ ഇവരെല്ലാം കൂട്ടിച്ചേർന്നത് ഈ ഒരു സമ്മേളനത്തിനാണ് കേട്ടോ, ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ ഗാന്ധിജി ആദ്യമായി പങ്കെടുത്ത സമ്മേളനം എല്ലാവരും കൂടെ ചൂട് കാണുന്ന AC ഇട്ടു. അത് AC മജുംദാറിന് ഓർത്തിരിക്കാനുള്ള കോഡാണ്. ഓക്കെ, ഇവിടെ ഈ പ്രധാനപ്പെട്ട ഇങ്ങനെ സമ്മേളനങ്ങളുടെയൊക്കെ അധ്യക്ഷന്റെ പേരൊന്ന് ഓർത്ത് വെച്ചോണേ. ഓക്കെ, നമുക്ക് നോക്കാം. ചോദ്യം എന്താ? ഗാന്ധിജി ആദ്യമായി പങ്കെടുത്ത INC സമ്മേളനത്തിൽ അധ്യക്ഷൻ ആരെന്നാണ് ചോദ്യം. ഓക്കെ, ദിൽഷായി വാച്ചയാണ് 1901 കൊൽക്കത്ത സമ്മേളനം. ഇനി ഗാന്ധിജി ആദ്യമായി അധ്യക്ഷനായത് 1924 ബെൽഗാം സമ്മേളനം. ജവഹർലാൽ നെഹ്റു ആദ്യമായി പങ്കെടുത്തത് 1912 ബങ്കിപ്പൂർ സമ്മേളനം. ആ സമ്മേളനത്തിൽ 1912 ബങ്കിപ്പൂർ സമ്മേളനത്തിൽ RN മധോൽക്കർ ആയിരുന്നു അധ്യക്ഷൻ. പിന്നെ നമ്മൾ പറഞ്ഞു നെഹ്റു പ്രസിഡന്റ് ആയത് 1929 ലാഹോർ സമ്മേളനത്തിലാണ്. നെഹ്റുവും ഗാന്ധിജിയും കണ്ടുമുട്ടിയത് 1916 ലക്നൗ സമ്മേളനത്തിൽ. അതിൽ അധ്യക്ഷൻ അംബിക ചരൺ മജുംദാർ അല്ലെങ്കിൽ AC മജുംദാർ ആയിരുന്നു അധ്യക്ഷൻ. ഓക്കെ, ക്ലിയർ ആണ്. പിന്നെ INC മുസ്ലിം ലീഗും കണ്ടുമുട്ടി, അവര് യോജിച്ചു. പിന്നെ അതുപോലെ തന്നെ മിതവാദികളും തീവ്രവാദികളും വീണ്ടും 1907 സെപ്പറേറ്റ് ആയ മിതവാദികളും തീവ്രവാദികളും കൂടിച്ചേരുന്നതും ഈ പറയുന്ന 1916 സമ്മേളനത്തിലാണ്. അടുത്ത ചോദ്യം, നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യങ്ങൾ ഏതല്ല? നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യങ്ങൾ ഏതല്ല? കമന്റ് ചെയ്തോ? A ആണോ ആൻസർ? നികുതി ബഹിഷ്കരിക്കുക എന്നൊരു കാര്യം ഉണ്ടായിരുന്നു അവിടെ. C ആണോ? നിസ്സഹകരണ പ്രസ്ഥാനം D ആണ് വളരെ ആൻസർ. അതായത് ഖിലാഫത്ത് പ്രശ്നം തീർക്കുക. ഓക്കെ, നമ്മൾ ഇന്നാൾ ഈ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട് ഇതുപോലെ. ഖിലാഫത്ത് പ്രശ്നം തീർക്കുക, പഞ്ചാബ് പ്രശ്നത്തിൽ പരിഹാരം കാണുക, സ്വരാജ് നേടുക. ഓക്കെ, ഓപ്ഷൻ D ആണ് ആൻസർ. ഓക്കെ, തെരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കുക അതൊക്കെ ഉണ്ടായിരുന്നു. നികുതി ബഹിഷ്കരിക്കുക ഉണ്ടായിരുന്നോ? ഇല്ലായിരുന്നല്ലോ. നികുതി ബഹിഷ്കരിക്കുന്ന കാര്യമൊക്കെ പിന്നീടല്ലേ വരുന്നത്. ഓക്കെ, അടുത്ത് സോഷ്യൽ സർവീസ് ലീഗ് എന്ന സംഘടനയുടെ സ്ഥാപകൻ ആരാണ്? ഈസി ക്വസ്റ്റ്യൻ ആണ്. NM ജോഷിയാണല്ലേ? NM ജോഷിയാണ് സോഷ്യൽ സർവീസ് ലീഗ് എന്ന സംഘടനയുടെ സ്ഥാപകൻ ആരാണ് പിള്ളേരെ? NM ജോഷിയാണ് സോഷ്യൽ സർവീസ് ലീഗ് എന്ന സംഘടന സ്ഥാപിച്ചത്. ഓക്കെ, ക്ലിയർ ആണ്. അടുത്ത് സന്താളർ അധിവസിച്ചിരുന്ന ഭൂമി ഏത്? ഇതെല്ലാം പ്രീവിയസ് ചോദ്യമാണ്. സന്താളർ അധിവസിച്ചിരുന്ന ഭൂമി ദാമിൻ ഇ കോയാണ്. സന്താളർ അധിവസിച്ചിരുന്ന ഭൂമിയാണ് ദാമിൻ ഇ കോ. ഓക്കെ, ക്ലിയർ ആണ്. ദാമിൻ ഇ കോയാണ് ആൻസർ. അടുത്ത ചോദ്യം, വട്ടമേശ സമ്മേളനങ്ങളിൽ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? 1930, 31, 32 വർഷങ്ങളിലാണ് ലണ്ടനിൽ 3 വട്ടമേശ സമ്മേളനങ്ങൾ വിളിച്ചു കൂട്ടിയത്. 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത പ്രമുഖ നേതാവാണ് BR അംബേദ്കർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പങ്കെടുത്തത് 2ാം വട്ടമേശ സമ്മേളനത്തിലാണ്. 2ാം വട്ടമേശ സമ്മേളനത്തിൽ കോൺഗ്രസിനെ പ്രതിനിധാനം ചെയ്തത് ജവഹർലാൽ നെഹ്റു ആണ്. ഓക്കെ, അത് തെറ്റ്. 2ാം വട്ടമേശ സമ്മേളനത്തിൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച ആരുടെ? ഗാന്ധിജിയാണ് അല്ലേ? ഗാന്ധിജിയാണ് പ്രതികരിച്ചത് അല്ലേ? ഗാന്ധിജിയാണ് 2ാം വട്ടമേശ സമ്മേളനത്തിൽ കോൺഗ്രസിന് വേണ്ടി പോയത്. ഗാന്ധിജിയാണ്. അപ്പൊ ആൻസർ ഓപ്ഷൻ D ആണ്. ഗാന്ധിജിയാണ് പോയത്. ഗാന്ധിജി. ഓക്കെ, ക്ലിയർ ആണ്. അടുത്ത്, ദത്തവകാശ നിരോധന നയത്തിലൂടെ നിയമം എന്ന് ഉദ്ദേശിക്കുന്നത് കൂട്ടിച്ചേർക്കപ്പെട്ട അവസാനത്തെ നാട്ടുരാജ്യം. ദത്തവകാശ നിരോധന നിയമത്തിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ട അവസാനത്തെ നാട്ടുരാജ്യം അത് ഔദാണ് കേട്ടോ. ഔദാണ്. ആദ്യത്തെ നാട്ടുരാജ്യം ഏതാ?
ആദ്യത്തെ നാട്ടുരാജ്യം സത്താറ. സത്താറയാണ് ആദ്യത്തെ നാട്ടുരാജ്യം. ആദ്യത്തെ നാട്ടുരാജ്യം സത്താറയും അവസാനത്തെ നാട്ടുരാജ്യം ആരാണ്ട? അത് ഔദാണ്. ഓക്കെ. ഈ ദത്തവകാശ നിരോധന നിയമം ഏത് വർഷം ആര് കൊണ്ടുവന്നു? ദത്തവകാശ നിരോധന നിയമം 1848 ആരാ കൊണ്ടുവന്നേ? ഡൽഹൌസി കൊണ്ടുവന്നു അല്ലെ? ഡൽഹൌസി കൊണ്ടുവന്നു. ഓക്കെ. ഇത് നിരോധിച്ചത് ആരാണ്? നിരോധിച്ചത് കാനിങ് ആണ്. ഏത് വർഷമാണ് നിരോധിച്ചത്? ദത്തവകാശ നിരോധന നിയമം നിരോധിച്ചത് ഏത് വർഷമാണ്? അത് 1859 നിരോധിക്കുന്നത്. കാനിങ് നിരോധിച്ചു കേട്ടോ. 1859 നിരോധിക്കുന്നത്. കാനിങ് ആണ്. കാനിങ് ക്ലിയർ ആണല്ലോ? ശരി. ആദ്യം കൂട്ടിച്ചേർത്തത് സത്താറയും അവസാനം കൂട്ടിച്ചേർത്തത് ഔദുമാണ്. 848 ഡൽഹൌസി കൊണ്ടുവന്നു. 859 കാനിങ് കൊണ്ടുവന്നു. ഓക്കെ അല്ല, നിരോധിച്ചു. ഓക്കെ, ക്ലിയർ ആണ്. ഹൗസിലേക്ക് ദത്തെടുക്കുമെന്ന് ഓർത്ത് വെച്ചിരുന്നത്. അപ്പൊ ഡൽഹൌസിയാണ് ദത്തവകാശ നിരോധന നിയമം കൊണ്ടുവന്നെന്ന് ഓർത്താൽ മതി. ഓക്കെ. അടുത്ത, മനുഷ്യ വ്യാപാരത്തിനെതിരെയും നിർബന്ധിത ജോലിക്കെതിരെയുമുള്ള അവകാശം ഏത് മൗലികാവകാശങ്ങളിൽ പെടുന്നു? മനുഷ്യ വ്യാപാരത്തിനെതിരെയും നിർബന്ധിത ജോലിക്കെതിരെയുമുള്ള അവകാശം ഏത് മൗലികാവകാശങ്ങളിൽ പെടുന്നൂടാ? അത് പിള്ളേരെ ചൂഷണത്തിനെതിരെയുള്ള അവകാശം അല്ലേ? ചൂഷണത്തിനെതിരെയുള്ള അവകാശം നമുക്കറിയാം. ആർട്ടിക്കിൾ 23, 24 അല്ലെ? 23, 24. ഇതിൽ 23 ഈ പറഞ്ഞ കാര്യം വരുന്നത്. 23 ഈ ഒരു കാര്യം വരുന്നത്. ഓക്കെ. മനുഷ്യ വ്യാപാരം, നിർബന്ധിത ജോലി. ഓക്കെ. 24 പ്രകാരമാണ് ബാലവേല നിരോധനം. 24 പ്രകാരമാണ് ബാലവേല നിരോധനം. ബാലവേല നിരോധന നിയമം ഏത് വർഷമാണ്? ബാലവേല നിരോധന നിയമം ഏത് വർഷമുണ്ടാ? അത് 1986 ബാലവേല നിരോധന നിയമം. ഓക്കെ. എത്ര വയസ്സുള്ളവരെയാണ് അതിൽ പറയുന്നത്? എത്ര വയസ്സ് താഴോട്ടുള്ളവരാ? 14 താഴെ, 18 ആക്കട, 18, 14 താഴെ. ഓക്കെ, 14 താഴെ. ക്ലിയർ ആണ്. അടുത്ത, ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ നിരീക്ഷിക്കുക. നിരീക്ഷിച്ചേ. ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ മുദ്രയെ അംഗീകരിച്ചത് 1950 ജനുവരി 26. ശരിയോ തെറ്റോ? 1950 ജനുവരി 26 തന്നെയാണ് ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ മുദ്രയെ അംഗീകരിച്ചത്. ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ കലണ്ടറിനെ അംഗീകരിച്ചത് 1957 മാർച്ച് 22. അതും ശരിയാണ്. അതായത് ഓപ്ഷൻ ബി ആണ്. 1ഉം 2ഉം ശരി. 1ഉം 2ഉം ശരി. ഓക്കെ. ഇനി ഇവിടെ 1-2 കാര്യങ്ങളെ. ദേശീയ കലണ്ടർ ഏതാണ്ട്? ദേശീയ മുദ്ര നിങ്ങൾക്ക് അറിയാലോ, സിംഹമുദ്രയാണ് ദേശീയ മുദ്ര. ദേശീയ കലണ്ടർ ഏതാണ്? ദേശീയ കലണ്ടർ ശകവർഷ കലണ്ടർ ആണ് അല്ലെ? ശകവർഷ കലണ്ടർ ആണ് ദേശീയ കലണ്ടർ. ശകവർഷ കലണ്ടർ ആരംഭിച്ച വർഷം ഏതാണ്? ശകവർഷ കലണ്ടർ ആരംഭിച്ച വർഷം ആർക്ക് പറയാം? AD 78 ശകവർഷ കലണ്ടർ ആരംഭിച്ചത്. AD 78. ശകവർഷ കലണ്ടർ ആരംഭിച്ചത് ആരാണ്? ശകവർഷ കലണ്ടർ ആരംഭിച്ചത് ആരാണ് ആരംഭിച്ചത്? കനിഷ്കനാണ്. കനിഷ്കനാണ് ശകവർഷ കലണ്ടർ ആരംഭിച്ചത്. ഓക്കെ. ശകവർഷ കലണ്ടറിലെ ആദ്യ മാസം ഏതാണ്? ചൈത്രം. ആദ്യ മാസം ഏതാ പിള്ളേരെ? ചൈത്രമാണ് ആദ്യ മാസം. അവസാന മാസം ഏതാണ്? ശകവർഷ കലണ്ടറിലെ അവസാന മാസം ഏതാണ്? ഫാൽഗുനമാണ് അവസാന മാസം. ഓക്കെ. അപ്പൊ ഇന്ത്യയുടെ ദേശീയ കലണ്ടർ ശകവർഷ കലണ്ടർ ആണ്. 57 മാർച്ച് 22 ആരംഭിച്ചു. 57 മാർച്ച് 22 ആരംഭിച്ചു. ഓക്കെ. അംഗീകരിച്ചു. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി അംഗീകരിച്ചു. 57 മാർച്ച് 22 അംഗീകരിച്ചു. ശകവർഷ കലണ്ടർ ആരംഭിച്ചത് ക്രിസ്തു വർഷം 78. AD 78 ആരംഭിച്ച ഭരണാധികാരി കനിഷ്കനാണ്. ആദ്യ മാസം ചൈത്രവും അവസാന മാസം ഫാൽഗുനവുമാണ്. ഓർത്തിരിക്കുക. ക്ലിയർ ആണ്? ഓക്കെ. ഭരണഘടനയുടെ ഭേദഗതി ചെയ്യാൻ കഴിയാത്ത ഭാഗം ഏത്? ഭരണഘടനയുടെ ഭേദഗതി ചെയ്യാൻ കഴിയാത്ത ഭാഗം ഏതാണ്ടാ? ഒന്ന് കണ്ടുപിടിച്ചേ. പിള്ളേരെ, ഏത് ഭാഗവും ഭേദഗതി ചെയ്യാൻ കഴിയും അല്ലേ? ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടെയുള്ള ഏത് ഭാഗവും ഭേദഗതി ചെയ്യാം. ഓക്കെ. അടുത്ത്, ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം 1946 രൂപീകരിക്കപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ഏതാ പിള്ളേരെ? അത് ഈസി ക്വസ്റ്റ്യൻ ആണ്. രാജേന്ദ്ര പ്രസാദ്. ഈസി ക്വസ്റ്റ്യൻ. ഓക്കെ.
അടുത്ത 74 ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന കണ്ടെത്തുക. 74 ഭരണഘടനാ ഭേദഗതി. അപ്പോൾ 74 ഭേദഗതി നമുക്കറിയാം നഗരപാലിക നിയമമാണ് അല്ലെ. നഗരപാലിക നിയമം അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ആക്ട് ആണ്. നഗരപാലിക നിയമം അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ആക്ട് ആണ്. ഓക്കെ. 12ാം പട്ടിക ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു. ശരിയാണ്. 12ാം പട്ടിക ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു. ഭാഗം 9 നിലവിൽ വന്നു. ഭാഗം 9 നിലവിൽ വന്നത് 73ാമത്തെ ഭേദഗതിയിലാണ്. ഭാഗം 9 നിലയിൽ വന്നത് 73ാമത്തെ ഭേദഗതിയിലാണ്. 74ാമത്തെ ഭേദഗതിയിൽ 9A എന്ന ഭാഗമാണ് നിലവിൽ വന്നത് അല്ലേ. 74ാമത്തെ ഭേദഗതിയിൽ 9A എന്ന ഭാഗമാണ് നിലവിൽ വന്നത്. ഭാഗം 9 നിലവിൽ വന്നത് 73ാമത്തെ ഭേദഗതിയിലാണ്. ഓക്കെ. അടുത്ത് പ്രാദേശിക ഭരണ സ്ഥാപനങ്ങളിൽ സംവരണം ഏർപ്പെടുത്തി. ശരിയാണ്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നു. അതും ശരിയാണ്. ഓക്കെ. അപ്പൊ ആൻസർ ഓപ്ഷൻ ബി ആണ് പിള്ളേരെ. ഓപ്ഷൻ ബി ആണ് തെറ്റായിട്ടുള്ളത്. ഓക്കെ. ഭാഗം 9 നിലയിൽ വന്നു എന്നതാണ് തെറ്റായിട്ടുള്ളത്. ഓക്കെ. ക്ലിയർ ആണല്ലോ. ശരി. അടുത്ത ക്വസ്റ്റ്യൻ. കമന്റ് ചെയ്യാത്തവനെ കാണാൻ പറ്റത്. കമന്റ് ചെയ്യുന്നല്ലേ. ഓക്കെ. വിവരാവകാശ നിയമപ്രകാരം 2ാം അപ്പീൽ സമർപ്പിക്കേണ്ടത് എത്ര ദിവസത്തിനുള്ളിലാണ്? നമ്മൾ ഇന്നലെ ചെയ്തതാണ്. സ്കിപ്പായ 30 ഒരു ക്വസ്റ്റ്യൻ സ്കിപ്പായി. ഓക്കെ. ഇപ്പോൾ നോക്കി ഈ ക്വസ്റ്റ്യൻ. ഭരണഘടനാ ഭേദഗതി സംബന്ധമായ ബില്ലുകളുടെ കാര്യത്തിൽ പ്രസിഡന്റ് ഭരണഘടനാ ഭേദഗതി സംബന്ധമായ ബില്ലുകളുടെ കാര്യത്തിൽ പ്രസിഡന്റ് എന്ത് ചെയ്യണടാ? ഒപ്പുവെക്കാൻ ബാധ്യസ്ഥനാണ് അല്ലേ. അതായത് അദ്ദേഹത്തിന് അതില് എന്ത് പ്രയോഗിക്കാൻ കഴിയത്തില്ല? അദ്ദേഹത്തിന്റെ അധികാരമായിട്ടുള്ള വീറ്റോ പ്രയോഗിക്കാൻ കഴിയത്തില്ല. വീറ്റോ എന്ന് പറയുമ്പോൾ നമ്മള് സുമി മൈക്ക് ഓൺ ആണേ. സുമി മൈക്ക് ഓൺ ആണേ. ഒരു അനുമതി തടയാൻ അധികാരമുണ്ട് എന്ന് പറഞ്ഞാൽ അത് വീറ്റോ പവറാണ്. 6 മാസത്തേക്ക് താമസിപ്പിക്കാം. അങ്ങനെ ഒരു കാര്യം നമ്മൾ ഭരണ വീറ്റോയിൽ പോലും പറയുന്നില്ല. വീണ്ടും പരിഗണിക്കാനായി പാർലമെന്റിലേക്ക് തിരിച്ചയക്കാം. അതും വീറ്റോയാണ്. അനുമതി തടയാൻ അനുവാദം വീറ്റോയാണ്. പിന്നെ വീണ്ടും പരിഗണിക്കാനായിട്ട് പാർലമെന്റിലേക്ക് തിരിച്ചേക്കാം. അതും വീറ്റോയാണ്. പക്ഷെ 6 മാസത്തേക്ക് താമസിപ്പിക്കാൻ അങ്ങനെ ഒരു കാര്യം പറയുന്നില്ല കേട്ടോ. ഓക്കെ. ക്ലിയർ ആണ്. ഓക്കെ. ഓർത്ത് വെച്ചോണം. അപ്പം ഒപ്പുവെച്ചേ പറ്റത്തുള്ളൂ. ഭരണഘടനാ ഭേദഗതി സംബന്ധമായ ബില്ലുകളുടെ കാര്യത്തിൽ ഒപ്പുവെച്ചേ പറ്റത്തുള്ളൂ. രാഷ്ട്രപതി വീറ്റോ അധികാരം ആർട്ടിക്കിൾ 111 ആണ്. ഓക്കെ. ക്ലിയർ ആണ്. അടുത്ത വിവരാവകാശ നിയമപ്രകാരം 2ാം അപ്പീൽ സമർപ്പിക്കേണ്ടത് എത്ര ദിവസത്തിനുള്ളിലാണ്? നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. 90 ദിവസത്തിനുള്ളിലാണ് അല്ലെ. 90 ദിവസത്തിനുള്ളിലാണ് 2ാം അപ്പീൽ സമർപ്പിക്കേണ്ടത്. ഓക്കെ. ആദ്യ അപ്പീൽ സമർപ്പിക്കേണ്ടതോ? ആദ്യം അപ്പീൽ സമർപ്പിക്കേണ്ടത് എത്ര ദിവസത്തിനുള്ളിലാ? ആദ്യത്തെ അപ്പീൽ സമർപ്പിക്കേണ്ടത് 30 ദിവസത്തിനുള്ളിൽ. 30 ദിവസത്തിനുള്ളിൽ. 2ാമത്തെ അപ്പീലാണെങ്കിൽ 90 ദിവസത്തിനുള്ളിൽ. ഓക്കെ. കൂറുമാറ്റ നിരോധന നിയമവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏതാണ്? 52ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം നിലവിൽ വന്നു. അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. 1990 നിലവിൽ വന്നത്. അത് തെറ്റാണ് അല്ലേ. കൂറുമാറ്റ നിരോധന നിയമം ഏത് വർഷമാണ്? 1985 അല്ലേ. 1985 കൂറുമാറ്റ നിരോധന നിയമം 1985. ഭരണഘടനയുടെ 10ാം ഷെഡ്യൂൾ അത് ശരിയാണ്. 10ാം ഷെഡ്യൂൾ ശരിയാണ്. കേരളത്തിൽ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അയോഗ്യനാക്കപ്പെട്ട ആദ്യ നിയമസഭാംഗം ആർ ബാലകൃഷ്ണപിള്ളയാണ്. ഓക്കെ. അതും ശരിയാണ്. ക്ലിയർ ആണ്. അപ്പോൾ ഇവിടെ തെറ്റായിട്ടുള്ളത് ഓപ്ഷൻ ബി ആണ്. 1990 നിലവിൽ വന്നതെന്നുള്ളതാണ് തെറ്റായിട്ടുള്ളത്. ഓക്കെ. ക്ലിയർ ആണ്. 52ാം ഭേദഗതി കറക്റ്റ് ആണ്. 52ാം ഭേദഗതി കറക്റ്റ് ആണ്. അതുപോലെ തന്നെ കൂറുമാറ്റ നിരോധനവുമായിട്ട് ബന്ധപ്പെട്ട് വേറൊരു ഭേദഗതി കൂടി ഉണ്ട്. അത് ഏതാണ്ടാ? 91ാമത്തെ ഭേദഗതിയാണ് അല്ലെ. 91ാമത്തെ ഭേദഗതിയാണ് കൂറുമാറ്റ നിരോധന നിയമവുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു ഭേദഗതി. ഓക്കെ. ഈ ഒരു ഭേദഗതിയിലാണ് കൂറുമാറ്റ നിരോധന നിയമത്തിന്റെ കുറച്ച് കാര്യങ്ങൾ കുഴപ്പമില്ല കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്തത്? ശക്തമാക്കിയത്. അല്ലെങ്കിൽ കൂറുമാറ്റ നിരോധന നിയമത്തെ ശക്തമാക്കിയത് 91ാമത്തെ ഭേദഗതിയാണ്. കൂറുമാറ്റ നിരോധന നിയമം കൊണ്ടുവന്നത് അത് എത്രാമത്തെ ഭേദഗതിയിലാണ്? 52ാം ഭേദഗതിയിൽ കൊണ്ടുവന്നത്. 52ാം ഭേദഗതിയിലും ഈ കൂറുമാറ്റ നിരോധന നിയമത്തെ ശക്തിയാക്കിയത് 91ാം ഭേദഗതിയിലുമാണ്. ഓക്കെ. ഇനി 2 ക്വസ്റ്റ്യനും കൂടെ ഉള്ളൂ. ഞാൻ ഇന്ന് മലയാളം ഇംഗ്ലീഷ് എടുത്തിട്ടില്ല. ഓക്കെ. പരിശോധിക്കപ്പെടേണ്ടതുണ്ട് എന്ന് ലാറ്റിൻ ഭാഷയിൽ അർത്ഥമുള്ള റിട്ട് ഏതാണ്? ടു ബി സർട്ടിഫൈഡ് എന്നർത്ഥം വരുന്ന റിട്ട് ഏതാണ്? അവരുടെ പരിശോധിക്കപ്പെടേണ്ടതുണ്ട് എന്നർത്ഥം വരുന്ന റിട്ട് ഏതാണ്ടാ? അത് സെർഷ്യോററി ആണ്. സെർഷ്യോററി അല്ലേ.
പരിശോധിക്കപ്പെടേണ്ടതെന്ന് അർത്ഥം വരുന്ന റിട്ട് സെർഷ്യൂററി ആണ്. ലാസ്റ്റ് ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നത് ആർക്കാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നത് ആർക്കാണ്ട? അതിൽ കേന്ദ്ര സർക്കാരിനാണ് വാർഷിക റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്, 40 ചോദ്യങ്ങളാണ് നമ്മൾ ചെയ്തത്. ലളിതമായ ചോദ്യങ്ങളാണ്. ഓക്കെ, അപ്പൊ ഞായറാഴ്ചയായിട്ടും നിങ്ങൾ ഈ വർക്കൗട്ട് അറ്റൻഡ് ചെയ്തിട്ട് എനിക്ക് സന്തോഷമുണ്ട്. ഇവിടെ നിങ്ങൾ പഠിക്കുക, നന്നായിട്ട് അറിഞ്ഞ പോയിന്റ് ഒക്കെ പഠിക്കുക.